എന്തായാലും ഒരൊറ്റ മാസത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അറിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായെന്ന്. എല്ലാ ദിവസവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ കോൺഗ്രസ് ഭരണത്തിന് സാധിച്ചിരിക്കുന്നു. തുടക്കം പാളി എന്ന് തന്നെയാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. വനിതകളുടെ യാത്രാ സൗജന്യം മുതൽ കേരളത്തെ തുറമുഖ നഗരമാക്കാനുള്ള പുതുയുഗ ചിന്ത വരെ ഇപ്പോൾ തട്ടി നിൽക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിപണനത്തെ സംബന്ധിച്ചാണ്. ഐക്യജനാധിപത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തു തന്നെ ഇതുവരെ സർക്കാർ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിരുദ്ധ അഭിപ്രായം ഇതിനകം രൂപപ്പെട്ടു കഴിഞ്ഞു. പലരും അത് പുറത്ത് തുറന്നു പറഞ്ഞു. VM സുധീരൻ മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കളും ഇരുചേരിയായി തിരിഞ്ഞു കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയെയും കെ മുരളീധരനെയും കെ സുധാകരനെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അങ്ങനെയുള്ള തലമുതിർന്ന നേതാക്കളെയൊക്കെ ഒരരികിലേക്കാക്കി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം തട്ടിയെടുക്കാൻ കഴിഞ്ഞ സതീശൻ അത്ര ചെറിയ മീനല്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ പിണറായി വിജയന് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞതുപോലെയുള്ള ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. ഭാരതത്തിലുടനീളം മരണാസന്നമായി കിടക്കുന്ന കോൺഗ്രസിന് ഒരു പുതിയ ഊർജം തന്നെയായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഭംഗിയായി ജയിക്കാൻ കഴിഞ്ഞത്. ദേശീയ തലത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തകർന്നടിഞ്ഞ കോൺഗ്രസിന് അവസാന ശ്വാസമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം. പക്ഷേ ഒരൊറ്റ മാസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. പോയ സർക്കാരിൻ്റെ കെടുതികളെക്കുറിച്ച് പറഞ്ഞ്, അവർ വരുത്തിയ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ്, ഖജനാവിൽ ഒരു പൈസ പോലുമില്ല എന്ന് പറഞ്ഞ് കേരളത്തെ വിറ്റുതുലയ്ക്കാനുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പൂതി മനസ്സിൽ വെച്ചാൽ മതി എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. ഒരൊറ്റ മാസം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ ദോഷങ്ങളൊക്കെ മറക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിലും ഭേദം അതായിരുന്നു എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ഭരണം താഴേക്ക് വരും എന്നതിൽ സംശയമില്ല. തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തിയ BJPക്ക്, സമാജ്വാദി പാർട്ടിയെ പിളർത്താൻ പോകുന്ന BJPക്ക്, ബോംബെയിൽ അവശേഷിക്കുന്ന ശിവസേനയെ നാമാവശേഷമാക്കിയ BJPക്ക്, കോൺഗ്രസ് മുന്നണി DMK മുന്നണിയെ ഉപേക്ഷിക്കാൻ പ്രേരണയേകിയ BJPക്ക്, ഇപ്പോൾ AIADMKയെയും DMKയെയും ഒരേ മുഖത്തിൽ കെട്ടാനൊരുങ്ങുന്ന BJPക്ക് കോൺഗ്രസിനെ പിളർത്തുക എന്നത് അത്ര വലിയ സംഗതിയൊന്നുമല്ല. കോൺഗ്രസിനെ പിളർത്താൻ കഴിയും എന്ന തീരുമാനം BJP നേരത്തെ തന്നെ എടുത്തു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുലിന് ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. ആ പിളർപ്പിന് തുടക്കം കുറിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ നിന്നായിരിക്കാം, കർണാടകത്തിൽ നിന്നാകേണ്ടതായിരുന്നു. പക്ഷേ അപകടം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം അഥവാ രാഹുൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കി. ഇതുതന്നെയാണ് കേരളത്തിലെ നേരത്തെ പറഞ്ഞ തലമുതിർന്ന നേതാക്കളെയൊക്കെ അരികിലാക്കി VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ വന്നതും കോൺഗ്രസിലെ പിളർപ്പ് ഒഴിവാക്കാനായിരുന്നു. സതീശൻ മുഖ്യമന്ത്രി കസേരയിലല്ലാതെ പുറത്താണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന്റെ പിളർപ്പ് വളരെ പെട്ടെന്നാകുമായിരുന്നു. ആ പിളർപ്പ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുതന്നെയാണ് പിളരുന്നതിന് മുൻപ്, ഭരണം നഷ്ടപ്പെടുന്നതിന് മുൻപ് ചിലരോടൊക്കെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ താൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്താനുള്ള വളരെ തന്ത്രപൂർവമായ നീക്കങ്ങളാണ്
ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ സ്പീക്കർ പദവിയിലെത്തിയ ഒരു വ്യക്തി പിന്നീട് അധികം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാറില്ല. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, ചില പ്രത്യേക കമ്പനിയുടെ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന ഒരു ഫയൽ തൻ്റെ മുൻപിൽ വന്നതാണ്. ഇപ്പോൾ പറയുന്ന പല ഫയലുകളും തൻ്റെ മുൻപ് വന്നതാണ്. താൻ അതെല്ലാം നിരാകരിച്ചു. അത് നമ്മുടെ നയമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പന എന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ മൗനം പാലിച്ചിരുന്നാൽ നമുക്ക് രക്ഷിക്കാൻ കഴിയാത്ത വിധം അപകടകരമായ ലഹരിശീലം കൊച്ചുകുട്ടികളിൽ, സ്ത്രീകളിൽ ഇന്ന് അധികം പ്രകടമല്ലാത്ത ലഹരിശീലം വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പനയിലൂടെ ചാരായം ചേർത്ത അഥവാ സ്പിരിറ്റ് ചേർത്ത, ആൽക്കഹോൾ ചേർത്ത ശീതളപാനീയം പോലെ നമ്മുടെ തെരുവുകളിലെല്ലാം, നമ്മുടെ മാടക്കടകളിലെല്ലാം അങ്ങനെ ഒരു ശീതളപാനീയം വിൽപ്പന നടന്നാൽ യാതൊരു സംശയവും വേണ്ട, വീര്യം കുറഞ്ഞ മദ്യം കുടിച്ചു പഠിക്കുന്ന കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വീര്യം കൂടിയ മദ്യത്തിലേക്ക് ആകർഷിക്കപ്പെടും. അതിൽ യാതൊരു തർക്കവുമില്ല. അപകടകരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ, കേരളത്തിൻ്റെ മൊത്തം പൈതൃകങ്ങളെ അപകടത്തിലാക്കുന്ന ഒരു വ്യവസ്ഥ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പനയിലൂടെ സംഭവിക്കുമെന്ന അപകടം ആരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. കേരളം ഇന്ന് ഏത് രീതിയിൽ എത്തി നിൽക്കുന്നു? തൂഫാനെ കുറിച്ചൊക്കെ പറഞ്ഞ് ലഹരിയുടെ ആധിക്യം എത്രയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ആ ലഹരിശീലം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ എന്താണെന്ന് നമ്മുടെ അയൽപ്പക്കങ്ങളിലും ഒരുപക്ഷെ നമ്മുടെ വീടുകളിലും നമ്മൾ തിരിച്ചറിയുന്നു. അതിനേക്കാൾ അപകടകരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പന കേരളത്തെ കൊണ്ടുപോകും. സുധീരനെ പോലെ, തിരുവഞ്ചൂരിനെ പോലെ ഇത്രയൊക്കെ നേതാക്കൾ എതിർത്തിട്ടും ധനകാര്യമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ ആ നിർദ്ദേശത്തിൽ നിന്നും ഒരിഞ്ചു പോലും പുറകോട്ട് പോകുന്നില്ല എന്നത് തൻ്റെ കസേരയെ ഉറപ്പിക്കാൻ ശക്തിയുള്ളവരുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ്, അല്ലെങ്കിൽ അഹങ്കാരത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട. കേരളത്തിൻ്റെ മനസാക്ഷി, സ്വന്തം കുടുംബങ്ങളും സമൂഹവും തകരും എന്ന് തിരിച്ചറിയുമ്പോൾ, തിരിച്ചെടുക്കാനാകാത്ത വിധം ഒരു തലമുറ പൂർണ്ണമായി തകരും എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും രംഗത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.